പരാജയത്തിന്റെ വക്കിലെത്തിയെന്ന മുൻ സിംഗപ്പൂർ നയതന്ത്രജ്ഞൻ. US-ഇറാൻ യുദ്ധത്തിൽ മധ്യസ്ഥത വഹിച്ചുകൊണ്ട് പാകിസ്ഥാൻ തങ്ങളുടെ ആഗോള പ്രതിച്ഛായ നന്നാക്കിയെങ്കിലും രാജ്യത്തിന്റെ പ്രതിസന്ധി പരിഹരിക്കുന്നതിൽ അവർ കാര്യമായൊന്നും ചെയ്തിട്ടില്ലെന്ന് മുൻ സിംഗപ്പൂർ അംബാസിഡർ ബിലഹാരി കൗസിക്കൻ വ്യക്തമാക്കിയിരിക്കുകയാണ്. പാകിസ്ഥാൻ പരാജയത്തിന്റെ വക്കിലെത്തുകയാണെന്നാണ് അദ്ദേഹം വാദിച്ചത്. ഒരു ആഗോള സമ്മേളനത്തിൽ സംസാരിച്ച കൗസിക്കൻ പാകിസ്ഥാന്റെ പ്രശ്നം ഇന്ത്യയോ അഫ്ഗാനിസ്ഥാനോ അല്ല, മറിച്ച് സ്വന്തം രാഷ്ട്രീയക്കാരും സൈന്യവുമാണെന്ന് വ്യക്തമായി അടിവരയിട്ടു. പാകിസ്ഥാൻ തങ്ങളുടെ നയതന്ത്ര കാർഡുകൾ നന്നായി ഉപയോഗിച്ചിട്ടുണ്ടാകാമെന്നും എന്നാൽ അത് പാകിസ്ഥാൻ ജനതയെ പോഷിപ്പിക്കുന്നില്ലെന്നും മുൻ സിംഗപ്പൂർ പ്രതിനിധി വ്യക്തമാക്കി. അടുത്ത 5 വർഷത്തിനുള്ളിൽ പാകിസ്ഥാൻ എവിടെയായിരിക്കുമെന്ന് ഒരു പത്രപ്രവർത്തകൻ ചോദിച്ചപ്പോൾ കൗസിക്കൻ വ്യക്തമായ ഒരു വിലയിരുത്തൽ നൽകി. പാകിസ്ഥാൻ വളരെ ചടുലമായിരുന്നു. നയതന്ത്രപരമായ അവസരം പ്രയോജനപ്പെടുത്തുന്നതിൽ അവർ വളരെ വിജയിച്ചു. US-ന്റെ കണ്ണിൽ പാകിസ്ഥാനെ നയതന്ത്രപരമായി പുനരധിവസിപ്പിക്കാൻ ഇതൊരു പരിധിവരെ സഹായിച്ചു. ഇറാൻ യുദ്ധത്തിൽ അവരുടെ പങ്കിനെ കുറിച്ച് പരാമർശിച്ചുകൊണ്ട് കൗസിക്കൻ പറഞ്ഞു, പിന്നെയാണ് മുന്നറിയിപ്പ് വന്നത്, പക്ഷേ അത് പാകിസ്ഥാൻ ജനതയെ പോഷിപ്പിക്കുന്നില്ല. പാകിസ്ഥാനിലെ സാമ്പത്തിക പ്രതിസന്ധിയെ സൂചിപ്പിച്ചുകൊണ്ട് അദ്ദേഹം പറഞ്ഞു, കടം കൈകാര്യം ചെയ്യുന്നതിന് പാകിസ്ഥാൻ ലോകബാങ്ക്, IMF പോലുള്ള അന്താരാഷ്ട്ര സ്ഥാപനങ്ങളിൽ നിന്നുള്ള വായ്പകളെയും ജാമ്യങ്ങളെയും വളരെയധികം ആശ്രയിക്കുന്നുവെന്നത് രഹസ്യമല്ല. കഴിഞ്ഞ മാസം US-നെയും ഇറാനെയും ഇടക്കാല സമാധാന ചട്ടക്കൂടിൽ ഒപ്പുവെച്ചതിനു ശേഷം പാകിസ്ഥാൻ ഉയർന്ന നിലയിലാണ്. എന്നിരുന്നാലും രാജ്യം ഇപ്പോഴും സാമ്പത്തിക പ്രതിസന്ധിയിൽ വലയുന്നു. മാത്രമല്ല, ദി ഡോണിലെ ഒരു റിപ്പോർട്ട് അനുസരിച്ച് രൂക്ഷമായ ഭക്ഷ്യ പ്രതിസന്ധി നേരിടുന്ന മികച്ച 10 രാജ്യങ്ങളിൽ ഒന്നാണ് പാകിസ്ഥാൻ. പാകിസ്ഥാനെ പരാജയത്തിന്റെ വക്കിലെത്തിയിരിക്കുന്ന ഒരു രാഷ്ട്രമെന്ന് വിശേഷിപ്പിച്ച റഷ്യയിലേക്കും ഫിൻലാൻഡിലേക്കും ദൂതനായി സേവനമനുഷ്ഠിച്ച കൗസിക്കൻ ഒരു നയതന്ത്ര വിജയത്തിനും ആ അടിസ്ഥാന യാഥാർത്ഥ്യത്തെ മാറ്റാൻ കഴിയില്ലെന്ന് അടിവരയിട്ടു. അത് അത്രയും തകർന്നിട്ടില്ല, അതിന് നാം എല്ലാവരും നന്ദിയുള്ളവരായിരിക്കണം. നയതന്ത്ര വിജയം ആ അടിസ്ഥാന യാഥാർത്ഥ്യത്തെ മാറ്റുന്നില്ല. പാകിസ്ഥാനുമേലുള്ള നിയന്ത്രണങ്ങൾ US പൂർണ്ണമായും നീക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇന്ത്യയും അഫ്ഗാനിസ്ഥാനുമായുള്ള അതിർത്തികളിൽ നിന്നാണ് ഇസ്ലാമാബാദിലെ പ്രശ്നങ്ങളിൽ ഭൂരിഭാഗവും ഉണ്ടാകുന്നതെന്ന് സമ്മേളനത്തിനിടെ ഒരു പാകിസ്ഥാൻ പത്രപ്രവർത്തകൻ അഭിപ്രായപ്പെട്ടു. എന്നിരുന്നാലും ഇരയുടെ കാർഡ് കളിക്കുന്ന പാകിസ്ഥാന്റെ പഴയ കളി പരിചയസമ്പന്നനായ നയതന്ത്രജ്ഞൻ മറച്ചുവെച്ചു. എല്ലാത്തിനും സ്ഥലത്തെ കുറ്റപ്പെടുത്താൻ കഴിയില്ല, അതൊരു ഒഴികഴിവാണെന്നും കൗശികൻ പറഞ്ഞു. പകരം പാകിസ്ഥാനിലെ പ്രതിസന്ധി അതിന്റെ രാഷ്ട്രീയക്കാരും സൈന്യവും സ്വയം സൃഷ്ടിച്ചതാണെന്ന് കൗശികൻ വാദിച്ചു. അവരെ അദ്ദേഹം സമയം പാഴാക്കൽ എന്ന് വിളിച്ചു. തുടക്കം മുതൽ തന്നെ പാകിസ്ഥാൻ വളരെ മോശമായി കൈകാര്യം ചെയ്യപ്പെട്ടിട്ടുണ്ട്. എനിക്ക് ഒരു പരിഹാരവും കാണാൻ കഴിയുന്നില്ല. അതിലെ രാഷ്ട്രീയക്കാർ സമയം പാഴാക്കുന്നവരാണ്. അവരെല്ലാം പാർട്ടികൾ പരിഗണിക്കാതെ സൈന്യമാണ് പ്രശ്നത്തിന്റെ വലിയൊരു ഭാഗം, അദ്ദേഹം പറഞ്ഞു. പാകിസ്ഥാൻ അതിന്റെ ചരിത്രത്തിന്റെ പകുതിയോളം കാലം സൈന്യത്തിന്റെ നേരിട്ടുള്ള ഭരണത്തിന് കീഴിലായിരുന്നു. സിവിലിയൻ ഭരണകാലത്ത് പോലും സർക്കാർ പ്രവർത്തനങ്ങൾ സൈന്യത്തിന്റെ സ്വാധീനം തൂങ്ങിക്കിടക്കുന്നുവെന്നും അദ്ദേഹം വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.